ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം കഴുകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്ന മുന്തിരിയല്ല, അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ആ മുന്തിരിങ്ങ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചായപാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മുന്തിരിയുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് മുന്തിരിങ്ങയ്ക്ക് കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മുന്തിരി നന്നായി വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിലൊരു പതയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മുന്തിരി നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ മുഴുവനായിട്ടും പോയതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലോട്ട് കുറച്ചായി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ അടിച്ച ജ്യൂസ് നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം അതിൻ്റെ തൊലിയും കുരുവൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കുരു നന്നായിട്ട് നമുക്ക് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ കുരു ഒട്ടും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ല, മുഴുവനായിട്ടുള്ള കുരു തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള നല്ല ജ്യൂസിൻ്റെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.